അങ്ങനെ അവനെ നമ്മുടെ കുഴിയിലോട്ട് വളമൊക്കെ ഇട്ട കുഴിയിലോട്ട് ഇറക്കി വെച്ചു. ഇനി ഇതിൻ്റെ ചുറ്റും മണ്ണൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുത്തിട്ട് ആ ഉണങ്ങിയ ഇലകളൊക്കെ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ്. അതിനകത്ത് പുതുതായിട്ടുണ്ടായിരുന്ന ഇല മാത്രമേ അതിനകത്ത് നിർത്തുന്നുള്ളൂ, ബാക്കിയെല്ലാം കട്ട് ചെയ്ത് മാറ്റി. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചെടിക്ക് എല്ലാ എനർജിയും ഇതിൻ്റെ പുതിയ ഇല വരുന്നതിനും പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ ചെയ്തത് നന്നായിട്ട് എഫക്റ്റീവായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ചെടി ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത് നോക്കുക, നന്നായിട്ട് റിസൾട്ട് കിട്ടും. കാണുന്നത് ആ ചട്ടി നിന്നതിൻ്റെ ചുറ്റും ഇതിൻ്റെ ബേബീസ് ഉണ്ടായി നിൽക്കുന്നതാണ്. അതിൻ്റെ റണ്ണേഴ്സ് അതിലെ താഴെ കൂടെ ഒക്കെ പോയിട്ട് അവിടെ എല്ലാം ഇതുപോലെ പുതിയ ചെടികളുണ്ടായി. അപ്പോൾ അവരെ കൂടെയൊക്കെ ഒന്ന് എടുത്ത് അതിൻ്റെ അടുത്തായിട്ട് തന്നെ നട്ടു കൊടുക്കുകയാണ്. ഈ സ്ട്രോബെറി പ്ലാന്റ്സ് മേടിക്കുമ്പോൾ നമ്മൾ 1-2 ചെടി മേടിച്ചാൽ മതി. ആ വർഷം തന്നെ നമുക്ക് ഒരുപാട് അതിൻ്റെ തൈകൾ ഉണ്ടായി കിട്ടും. ഇതുപോലെ ഉണ്ടാകുന്ന ബേബീസിനെയൊക്കെ നമ്മൾ തറയിലോട്ടൊന്ന്